സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ആവേശത്തിന് തിരികൊളുത്തിയത് ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസം IM വിജയേട്ടനാണ്. വിജയേട്ടാ, മഴ പോലും മാറി നിന്നു. വലിയൊരു ഭാഗ്യത്. കാരണം ഇന്നലൊക്കെ ഭയങ്കര മഴയായിരുന്നു. അത് നമ്മുടെ ശിവൻകുട്ടി സാറ് വലിയൊരു ഭാഗ്യമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പരിപാടി കഴിഞ്ഞ ഒരു തരം മഴ പെയ്തില്ല. അതിനൊരു ഭാഗ്യം. കാരണം ഇന്നലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിച്ചു ഉൾവാരത്തെ ഇപ്പോൾ ഈ ടോർച്ചൊക്കെ പിടിച്ച് പോകുമ്പോൾ മഴ പെയ്താൽ എന്തായാലും കേടില്ലേ. അത് കൊടുത്തിട്ട് വലിയൊരു ഭാഗ്യമാണ്. കാരണം ഈ അതേപോലെ തന്നെ തെളിഞ്ഞു നിൽക്കും. ഈ കായികമേള എന്തായാലും പൊരിച്ചടക്കും. തിരുവനന്തപുരം വലിയ ത്രില്ലിലാണ്. തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് അത് തലസ്ഥാനത്ത് വെച്ച് അടക്കണമല്ല. കഴിഞ്ഞ കൊല്ലം എറണാകുളത്തായിരുന്നു, ഈ കൊല്ലം ഇവിടെയാണ്. ഇവിടെ എനിക്കൊക്കെ പറയാന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് പിള്ളേർ ഇപ്പോൾ PT ഉഷ ആയാലും ഷൈനി വിൽസൺ ആയാലും അഞ്ജു ബോബി ജോർജ് ആയാലും ഒക്കെ ഇവിടുന്നാണ് അവരുടെ തുടക്കം. അത്ലറ്റ്സായിട്ട് അവർ ഇവിടുന്ന് സ്കൂൾ മേളയിൽ നിന്നാണ് ഇവരുടെ കരിയർ ആരംഭിക്കുന്നത്. അത് തീർച്ചയായിട്ടും വലിയൊരു അഭിമാനമുള്ള കാര്യം. പിന്നെ നമുക്കൊക്കെ അഭിമാനിക്കാന്ന് പറഞ്ഞാൽ നമ്മളെല്ലാ സ്റ്റേറ്റിലും പോയിട്ടുണ്ട്. പക്ഷേ കേരളത്തിലാണ് ഇത്രയും വലിയൊരു ഇവൻറ്റ് ഒരു സ്കൂൾ കായികമേള നടത്തുന്നത്. അത് ആദ്യമായിട്ട് കേരളത്തിൽ UAE എന്നൊക്കെ ഒരു ടീം വരാം. അത് നമ്മുടെ അവിടെ പങ്കെടുക്കുക, കായികമേളയിൽ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ ശിവൻകുട്ടി സാർ ഇസ് എ ഗ്രേറ്റ്. ശിവൻകുട്ടി സാർ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പിള്ളേർ നമ്മളും കളിക്കാൻ പോയിട്ടുണ്ട്. പക്ഷെ അവിടുന്ന് വിളിച്ചു പറഞ്ഞാണ് ഇങ്ങനെ സാറേ നമുക്ക് ട്രെയിനും ടിക്കറ്റ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എന്തിനും മക്കളെ നിങ്ങൾ ഫ്ലൈറ്റിന് വന്നു. അങ്ങനത്തെ ബോൾഡുള്ള മിനിസ്റ്റേഴ്സ് വന്നാൽ നമുക്ക് തന്നെ ഒരു ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ് കളിക്കാൻ പോകുമ്പോൾ. എവിടെ വഴിയിൽ പെടില്ല എന്നൊരു ആത്മാർത്ഥയുണ്ട്. ശരിക്കും അത് നമ്മളെ കേരളത്തിലെ കുട്ടികൾക്ക് വലിയ എനർജി കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അത് വലിയൊരു എനർജിയാണ്. എനിക്കതിനെ കോരി തിരിച്ചു. നമുക്കൊരു അനുഭവം ഉണ്ടായില്ല. അങ്ങനെ നമ്മളെ പൊത്തി പിടിച്ച് ട്രെയിനിലേക്ക് വന്നു അല്ലെങ്കിൽ ബസ്സിലേക്ക് വന്നിട്ടുള്ളൂ. അത് അങ്ങനെ പറയാനൊരു പവർ വേണ്ട. അത് വലിയൊരു കാര്യം തന്നെയാണ്. ഇത്തവണ നമ്മൾ ഇൻക്ലൂസീവ് വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ കണ്ടു. അവരെ കൂടി നമ്മൾ ചേർത്ത് പിടിക്കുകയാണ്. മനോഹരമായ ഒരു കാഴ്ച കൂടിയാണ്. അവർ നമ്മളെ പോലെ തന്നെയല്ലേ. അങ്ങനെ കാരണം കഴിഞ്ഞ ലോട്ടാണ് തുടങ്ങിയത്. ഭിന്നശേഷിയുള്ള കുട്ടികളും ആയിരക്കണക്കിന് കുട്ടികളുണ്ട്. അവരും നമ്മളെ ചേർത്ത് പിടിക്കല്ലേ. അത് വലിയൊരു കാര്യമല്ലേ. ഓക്കെ വിജയേട്ടൻ, എന്തായാലും തിരക്കാണെന്നറിയാം. അപ്പൊ വിജയേട്ടൻ കൊളുത്തിയ തീ അത് ആളിക്കത്തട്ടെ. IM വിജയേട്ടനാണ് സംസാരിച്ചത്. പറഞ്ഞത് തന്നെയാണ്, വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തുടക്കം മാത്രമാണ്. അതിങ്ങനെ ആവേശത്തോടെ മുന്നോട്ട് പോകട്ടെ. സനോജ് കുമാർ ബേപ്പൂരിനൊപ്പം മഹേഷ് പോലൂർ, മീഡിയ 1.